ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗായ്സ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഇന്ന് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഐസ്ലൻഡിൽ ഇസ്ഫ്യാഫിഡോർ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ്. അത് എൻ്റെ ഷിപ്പ് കൂടിയായിരുന്നു. സമയം കിട്ടി പുറത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു വെയിൽ വാച്ചിങ്ങിന് പോകാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു ട്രാവൽ ഏജൻറ്റിനെ കണ്ടു. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം. ഇപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. വെയിൽ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ്. ഒരുപാട് ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് വെയിൽസിനെ കാണാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഹലോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇവിടെയാണ് ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ആ ബോട്ട് കയറിയിട്ടാണ് വെയിലിനെ കാണാൻ പോവുക. വെയിലിനെ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും പൈസ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ $100 അല്ലെങ്കിൽ €90 അല്ലെങ്കിൽ £80. ഞാനിപ്പോൾ £80 കൊടുത്തു. £80 എന്ന് വെച്ചാൽ ഏകദേശം 8500 അടുത്ത് വരും. ബാക്കി അവിടെ പോയിട്ട് അവിടെ എവിടെയാണ് ബോട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെയുള്ള അമ്മച്ചീനോട് ഞാൻ എൻ്റെ പേര് ഗൗതം എന്ന് പറഞ്ഞിട്ട് അടിച്ചു വെച്ച പേര് കണ്ടോ, ഗോൾഡൻ എന്ന്. എന്തൊക്കെ കാണണം പടച്ചോനെ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഇതാണ് ബോട്ട്. ഈ ചെറിയ ബോട്ടിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിൽ വാച്ചിങ്ങിന് വേണ്ടിയിട്ട്, എൻ്റെ കൂടെ തന്നെ വരാൻ വേണ്ടിയിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പ് തൊട്ട ബാക്കിൽ തന്നെയാണ്. ഫുള്ള് കോമഡിയാണ്. എനിക്ക് 4 മണിക്കാണ് ഡ്യൂട്ടിക്ക് തിരിച്ച് ഷിപ്പ് എടുക്കുക ഇവിടുന്ന്. ഇവർ പറഞ്ഞത് ഞാൻ 3:30 ആകുമ്പോഴേക്കും ഇവിടെ തിരിച്ചെത്തുന്നതാണ്. 3:30 ആകുമ്പോൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. I will not be talking on this tour, but of course, if you have some questions, please be welcome to ask us anything you like. All right? Thank you and enjoy the tour. ഗായ്സ്, വിചാരിച്ച മാതിരിയല്ല, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഞാൻ വിചാരിച്ച ചെറിയ ബോട്ടാണ് മെല്ലെ പോകുള്ളൂ. പറക്കുന്നുണ്ട് വണ്ടി. നല്ല ഒരു വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ ആദ്യം ഉണ്ടായ തൊപ്പി മാറ്റിയിട്ട് ഫ്രണ്ടിന് വേറെ തൊപ്പി മേടിച്ചു. മറ്റേ തൊപ്പിയാണെങ്കിൽ ഇപ്പോൾ പറന്നു പോയത്. വണ്ടി ഒന്ന് സ്ലോ ആക്കി. അവിടെ എവിടെ ഒരു ട്രെയിനിൻ്റെ പാലമൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടി എന്താ നല്ല ഷേക്കുണ്ട്. വണ്ടി ഓഫാക്കി, ആരെയും കാണുന്നില്ല. കണ്ടു ഗായ്സ്. അവിടെ ഇങ്ങനെ വേറൊരു ബോട്ടുണ്ട് ഇതേമാതിരി. അതിങ്ങനെ ആ ബോട്ട് ഇങ്ങനെ അവർ ആ തിമിംഗലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ദൂരം നോക്കിയാൽ ഇങ്ങനെ കാണാം. നമുക്കും അതേമാതിരി എടുത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഞങ്ങളെ ഗൈഡില്ലേ, ഗൈഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞു തരും, ലെഫ്റ്റിലേക്ക് നോക്കാം റൈറ്റിലേക്ക് നോക്കാമെന്ന്. അവർക്ക് അവരുടെ റഡാറിൽ കാണാൻ പറ്റും തോന്നുന്നു. പക്ഷേ റൈറ്റിലേക്ക് വരുമ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒന്ന് റൈറ്റിലേക്ക് പോകും. നമ്മളെ കളിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ദൂരത്ത് ഇങ്ങനെ വാലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അറിയില്ല. ഇതിപ്പോൾ 2 ബോട്ടുണ്ട് ഇവിടെ. മറ്റേ ബോട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടുതലാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല.
നല്ല ഹരമാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ ഗൈഡ് ഇടക്കിടയ്ക്ക് വന്നിട്ട് പറയും ഇൻ യുവർ ലെഫ്റ്റ് യു ക്യാൻ സീ സം വെയിൽസ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ലെഫ്റ്റിലേ പോകും. അതിനുശേഷം വന്നിട്ട് പറയും ഇൻ യുവർ റൈറ്റ് യു ക്യാൻ സീ സം വെയിൽസ് എന്ന് പറയും. അതിനുശേഷം എല്ലാവരും റൈറ്റിലേ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓരോ രക്ഷയുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. So, can I ask you some questions? Like, is it okay if I record it? Like, I have. If you have some questions, I would ask. Captain, that's fine, Captain. Actually, I was wondering, like, do you have a radar or something to detect the whales from the distance? Or do you have a radar or something to detect the whales from the distance? No, we look for. There are 4 things we look for. We look for all the boats. We look for birds. We look for glow and the body. And then we have this. This is what they eat. So this is what they eat. Yeah. You can detect it. Sound. So where there is like more of their food, the chances of detecting them is that's very nice. We look for this. We look for the body. We look for the glow. Look for the body. വെള്ള തുമ്പം കിട്ടിയാ തുമ്പല്ല സാബ് ഫുള്ളും കിട്ടി. സ്കെലിട്ടൺ. Oh my god. The body of the whale. Okay, Asha. And then a glow. And then birds and all the boats. So these birds are like they are here to eat the rest of like the Yeah, they feed on the same thing as the whale. Okay. A small fish. ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ തിമിംഗലത്തിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള വല്ല സിസ്റ്റം റഡാർ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷേ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റഡാറല്ല, അതാ വലിയ തിമിംഗലം. അയ്യോ, പിന്നെ ബാക്കി പിന്നെ പറയാം. ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ വെയിൽസിനെ നോക്കുക. ഒന്ന് ബേഡ്സിന് നോക്കും, എവിടെയാണ് കൂടുതൽ പക്ഷികളുള്ളത് വെച്ചാൽ അങ്ങോട്ട് പോകും. പിന്നെ ബോഡി എന്ന് വെച്ചാൽ തിമിംഗലത്തിൻ്റെ കണ്ടാൽ അങ്ങോട്ട് പോകും. പിന്നെ ഇവർക്ക് ഒരു റഡാറുണ്ട്, അതിൽ തിമിംഗലത്തിൻ്റെ ഫുഡ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഉള്ളത് കാണും, അതായത് ചെറിയ ചെറിയ മീനുള്ളത് കാണും. അപ്പോൾ ആ റഡാർ വെച്ചിട്ട് അങ്ങോട്ട് പോകും. പിന്നെ 4ാമത്തത് ഇവരെ മേലിലൂടെ ഇങ്ങനെ വെള്ളം വിടില്ല ഹോളിലൂടെ, അത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് നോക്കി കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകും. ഈ 4 വഴി ഉപയോഗിച്ചിട്ടാണ് തിമിംഗലം എവിടെയുള്ളത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ അസിസ്റ്റൻ്റും റൂമിൽ അവർ ആ ഡയറക്ഷനിലേക്കാണ് ഇവർ പോവുക. അവിടെ അങ്ങനെ ചെറിയ ബേഡ്സിനെയൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. Thank you. Thank you very much. ഗൈസ്, അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ വളരെ എൻജോയ് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനത്തെ ചില ഭാഗ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനൊന്നും ആഗ്രഹിച്ചിട്ട് പോലില്ല സമയത്ത്, പക്ഷേ തന്നു, അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടി. എന്തായാലും 2 സൈഡ് നല്ല പനിയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അധികം നാളെ പനിയായിരിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ശേഷം. പിന്നെ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാനിതൊക്കെ എന്തിനാണ് പറയുന്നത് എനിക്കെന്നെ അറിയില്ല. എന്നാലും എൻ്റെ ഫാമിലി അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് അല്ലാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം കാൽ സൈനിങ് ഓഫ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വന്നായിരുന്നു, ഷിപ്പിൽ ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറയാൻ വെച്ചാൽ അവർക്ക് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ എൻ്റെ സീനിയേഴ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ചാനൽ ത്രൂ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഒരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഷിപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഷിപ്പിനെ പറ്റി പഠിക്കുന്ന കോഴ്സ് തന്നെ പഠിക്കണമെന്നില്ല. അതായത് മെറൈൻ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ ഒരു കോഴ്സ് തന്നെ പഠിക്കണമെന്നില്ല.
അതല്ലാതെ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് പ്രൊഫഷണൽസിന് തന്നെ ഷിപ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, ടൈലേഴ്സ്, ജിം ട്രെയിനേഴ്സ്, സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ഷിപ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് മുംബൈയിലും കൊച്ചിയിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞാൻ ആ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് എൻ്റെ പ്രൊഫഷണൽ വൈസ് ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഷിപ്പിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരിക്കലും ഒരു ഫുൾ ഇൻഫർമേഷൻ അല്ല, പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാം നിങ്ങളോട് ഈ വരുന്ന വീഡിയോയിൽ, അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.